Welcome back to my channel English Grammar Teaching and Learning. Today we study number. Noun has number, gender and cases. Today we study what is number. In English there are two numbers, singular number and plural number. The singular number denotes one person or thing. Plural number denotes more than one person or thing. So we can convert singular number to plural number. When we write a sentence, we have to understand whether the subject or the noun is singular or plural. Then only we can use singular subject with singular verb and plural subject with plural verb. അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നൗൺ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ നൗണിന് പ്രധാനമായിട്ടും രണ്ട് വചനങ്ങളാണ് ഉള്ളത്, ഏകവചനം, ബഹുവചനം. ഏകവചനമാണോ ബഹുവചനമാണോ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്കൊരു നിയമമുണ്ട്. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് സിംഗുലർ, വെർബ് മസ്റ്റ് ആൾസോ ബി സിംഗുലർ, ഓർ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വെർബ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂറൽ വെർബ്. ഇതാണ് ഇംഗ്ലീഷിലെ നിയമം. ഇതിനെ നമ്മൾ പറയുന്നത് കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നാണ്. ഇപ്പോൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ റൂൾ അനുസരിച്ച് മാത്രമേ സെൻറ്റൻസ് എഴുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് വെർബിന് മാറ്റം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂള് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ആർ ദി വേസ് ഓഫ് ഫോമിങ് ദി പ്ലൂറൽ ഓർ പ്ലൂറലൈസേഷൻ? ബഹുസ്വരത നമ്മൾ കോമണായി പറയുമെങ്കിൽ ഇവിടെ പ്ലൂറലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ബഹുവചന രൂപത്തിലേക്ക് മാറ്റുന്നു, ചേഞ്ചിങ് ഇൻ ടു പ്ലൂറൽ ഫോം. പ്രധാനമായിട്ടും വെർബ് നമുക്ക് ഒരു സബ്ജക്റ്റ് സിംഗിളാണോ പ്ലൂറലാണോ, അല്ലെങ്കിൽ പ്ലൂറലിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ അത് റെഗുലർ സബ്ജക്റ്റ്, റെഗുലർ നൗൺ ആണോ, ഇറഗുലർ ആണോ, സീറോ പ്ലൂറലാണോ, അല്ലെങ്കിൽ കളക്റ്റീവ് നൗൺ ആണോ എന്ന് ഈ നാല് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വെദർ ഇറ്റ് ഈസ് a regular noun or irregular noun or zero noun, that means singular, irregular, zero and a collective noun. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ റൂൾസ് നമുക്കൊന്ന് പരിശോധിക്കാൻ നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദി ബ്ലാക്ക് ബോർഡ്. പ്ലൂറലൈസേഷൻ. ഇവിടെ സിംഗുലർ നൗൺ ഒരു റെഗുലർ നൗണിനെ നമ്മൾ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എസ് ആഡ് ചെയ്യുന്നു. ഉദാഹരണം, ടേബിൾ, ടേബിൾസ്, ചെയർ, ചെയേഴ്സ്, പെൻ, പെൻസ്, ബുക്ക്, ബുക്സ്. ഇത് ആദ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ സിംഗുലർ നൗണിനെ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് റെഗുലർ നൗൺ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എസ് ചേർത്തിട്ട് പ്ലൂറലിലേക്ക് മാറ്റാം. ഇനി രണ്ടാമത്തെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് വേർഡ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഇറഗുലർ ആണെങ്കിൽ സെപ്പറേറ്റ് വേർഡ് തന്നെ ഉപയോഗിക്കുന്നു. മാൻ, മെൻ, വുമൺ, വിമൻ, ടൂത്ത്, ടീത്ത്, ചൈൽഡ്, ചിൽഡ്രൻ എന്നിങ്ങനെ. അതാണ് അത് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ സീറോ പ്ലൂറൽസ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഫോമേ ഉള്ളൂ. സിംഗുലറും പ്ലൂറലും ഒറ്റ ഫോം തന്നെയാണ്. ഇപ്പോൾ ഡിയർ, ഷീപ്പ്, സിൻ, ഓസ്പ്രിങ്, ഗ്രോസ്, മീൻസ്, ഇന്നിങ്സ്, ഫിഷ്, സ്പീഷീസ്, സീരീസ്, അങ്ങനെ പോകുന്നു. അപ്പോൾ അത് അവിടെ എല്ലാം മൂന്നാമത്തെ റൂൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തന്നെ, അതായത് അതിന് ചേഞ്ച് ഇല്ല. സിംഗുലറും പ്ലൂറലും ഫോം വൺ ആൻഡ് സെയിം ആണ്. ഇനി കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കളക്റ്റീവ് നൗൺസ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ടീം ഓഫ് പ്ലേയേഴ്സ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഇങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിലും നമ്മൾ ഏത് മാത്രം കളക്റ്റീവ് നൗൺസിൻ്റെ കേസിലും
അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ നിയമം, സിംഗുലർ നൗൺസ് എൻഡിങ് ഇൻ എസ് ഓർ എസ് എച്ച് ഓർ സി എച്ച് ഓർ എസ് എച്ച് ഓർ എക്സ് ഓർ ഇസെഡ്, ഇതിനെ നമ്മൾ പ്ലൂറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ എസ് എ എസ് എസ് ഇ എസ് ആഡ് ചെയ്യുന്നു. ഇവിടെ ഇ എസ് ആഡ് ചെയ്താൽ മതി, ഇ എസ്. അപ്പോൾ nouns that are ending in s, ch, sh, x, z can be changed into plural by adding es to the root word or that noun. As, asses, bus, buses, class, classes, gas, gases എന്നതിലേക്ക് മാറുന്നു. രണ്ടാമത്തേത് എന്താണ്? സി എച്ചിൽ അവസാനിക്കുന്ന നൗൺസ്. ബാച്ച്, ബാച്ചസ്, ബെഞ്ച്, ബെഞ്ചസ്, ബ്രാഞ്ച്, ബ്രാഞ്ചസ്, ക്ലച്ച്, ക്ലച്ചസ്, ക്യാച്ച്, ക്യാച്ചസ്, മാച്ച്, മാച്ചസ്, പാച്ച്, പാച്ചസ്. ഇതേ രീതിയിൽ ഇ എസ് ചേർത്തിട്ട് അതിന്റെ പ്ലൂറലാക്കാം. ഇനി അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ എസ് എച്ചിൽ അവസാനിക്കുന്ന നൗൺസ് നോക്കാം. ബുഷ്, ബുഷസ്, ബ്രഷ്, ബ്രഷസ്, ക്രാഷ്, ക്രാഷസ്, ക്രഷ്, ക്രഷസ്, ക്ലാഷ്, ക്ലാഷസ്, ഡിഷ്, ഡിഷസ്, പുഷ്, പുഷസ്. ഇനി എക്സിൽ അവസാനിക്കുന്ന നൗൺസ് നോക്കാം. സിംഗിൾ നൗൺസ് എക്സിൽ അവസാനിക്കുന്ന ഫോക്സ്, ഫോക്സസ്, ബോക്സ്, ബോക്സസ്, മാക്സ്, മാക്സസ്, സാക്സ്, സാക്സസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസഡിൽ അവസാനിക്കുന്നത് ടോപ്പാസ്, ബ്ലിറ്റ്സ്, ജാസ്, ഫിസ്, ഫ്രിസ്. ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു റൂൾ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു റൂളാണ്. ഒന്നുമില്ല, യഥാർത്ഥത്തിൽ കൺസണന്റ് ആണോ വോവൽ ആണോ, കൺസണന്റ് ആണോ വോവൽ ആണോ എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഇവിടെ സപ്പോസ് എ നൗൺ എൻഡ് ഇൻ വൈ, വൈയിൽ അവസാനിക്കുന്ന ഒരു നൗൺ നമ്മൾ പരിശോധിക്കുന്നു. പ്രസീഡഡ് ബൈ എ കൺസണന്റ്, കൺസണന്റ് കഴിഞ്ഞിട്ട് ഒരു എസിൽ അവസാനിക്കുന്ന വൈയിൽ അവസാനിക്കുന്ന ഒരു നൗൺ ആണെങ്കിൽ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? വൈക്ക് മുന്നിൽ കൺസണന്റ്, പ്രസീഡഡ് ബൈ കൺസണന്റ്. therefore we have to use ies. LA, LAs, city, cities, lily, lilies, pastry, pastries, story, stories, valley, valleys, variety, varieties. ഇങ്ങനെ പോകുന്നു. ഇതേ രീതിയിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലോ, എല്ലോയി, അല്ലേ, അല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഈ വൈ, ഈ ഇവിടെ ഒരു വോവലാണ്. അതുകൊണ്ട് വോവൽ പ്രൊസീഡഡ് ബൈ വോവൽ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഒരു എസ് ചേർത്താൽ മതി. കൺസണന്റ് ആണെങ്കിൽ ഐ എസ് ചേർക്കുക. ഏഴാമത്തെ റൂൾ അതാണ്. എട്ടാമത്തത് ഒ ഒ എഫ്. അവിടെ ഒ ഒ എഫിൽ അവസാനിക്കുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് റൂഫ്, റൂഫ്സ്, പ്രൂഫ്, പ്രൂഫ്സ്, ഒരു എസ് ആഡ് ചെയ്താൽ മതി. ഇനി എഫ്, എഫിൽ എൻഡ് ചെയ്യുന്ന നൗൺസ് കാഫ്, ലീഫ്, ലോഫ്, ഹാഫ്, വൂൾഫ്, സെൽഫ്. അവിടെ കാഫ്സ്, ലീവ്സ്, ലോഫ്സ്, ഹാഫ്സ്, വൂൾസ്, സെൽസ്. ഇതേ രീതിയിൽ പോകുന്നു. ഇനി എഫിയിൽ അവസാനിക്കുന്നത്, എഫിയിൽ അവസാനിക്കുന്നത് നൈഫ്, വൈഫ്, ലൈഫ്. അപ്പം നൈഫ്സ്, വി എസ്, വൈഫ്സ്, വി എസ്, ലൈഫ്സ്, LIVES, കഫേ. ഇനി എഫിയിൽ അവസാനിക്കുന്ന അതിൻ്റെ എക്സെപ്ഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ. ഇത് ഇത്രയും റൂള് കംപ്ലീറ്റ് ആണ്. ഇതിന് എക്സെപ്ഷൻ ആണ്. ഇതും എന്താണ്? ഈ എഫിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എങ്കിലും എസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കഫേസ്, ഫൈവ്, സേഫ്സ്, സ്ട്രൈപ്സ്. ഇനി ഒ ഒ ഒ എഫ് എഫിൽ അവസാനിക്കുന്ന നൗൺസ് എന്താണ്? വെറും എസ് ആഡ് ചെയ്താൽ മതി. ഗോഫ്, ഗോഫ്സ്, കോഫ്സ്, ക്ലിപ്സ്, വിപ്സ്. ഇതേ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട. ഇനിയും ഇതിൻ്റെ എക്സാമ്പിൾസ് വീണ്ടും, ഇതിപ്പോൾ ഈ റൂള് തീർന്നിട്ടില്ല. ഒരു 18-20 റൂള് തന്നെയുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ വാട്ട് ആർ ദി വേസ് ഓഫ് ചേഞ്ചിങ് ദി പ്ലൂറൽ ഓർ പ്ലൂറലൈസേഷൻ? ഒരിക്കൽ കൂടി പറയുന്നു. ഇവിടെ സിംഗുലർ നൗൺ റെഗുലർ ആണെങ്കിൽ, റെഗുലർ നൗൺ ആണ് പ്ലൂറൽ ആക്കേണ്ടതെങ്കിൽ എസ് ആഡ് ചെയ്യുക. ഇറഗുലർ ആണെങ്കിൽ സെപ്പറേറ്റ് വേർഡ് തന്നെ ഉപയോഗിക്കുക. ഇനി സീറോ പ്ലൂറൽസ് ആണെങ്കിൽ അതിന് സിംഗുലർ എന്നോ പ്ലൂറലോ എന്നോ വ്യത്യാസമില്ല. രണ്ട് സ്ഥലത്തും നമുക്ക് ഡീർ സിംഗിളായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാം. പ്ലൂറൽ ഫോമിൽ എന്ന് പറയാം. കളക്റ്റീവ് നൗൺസ് ക്രൗഡ്, ക്രൗഡ് ഓഫ് പീപ്പിൾ, ടീം ഓഫ് പ്ലേയേഴ്സ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. ഇതേ രീതിയിൽ അതും സിംഗിളാണ്. ഇനി എസിൽ അവസാനിക്കുന്നത്
CH അവസാനിക്കുന്ന, SH അവസാനിക്കുന്ന, X അവസാനിക്കുന്ന, Z അവസാനിക്കുന്ന നൗൺസ് പ്ലൂറൽ ആക്കാൻ വേണ്ടി ES ആഡ് ചെയ്താൽ മതി. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ഇത്രയും. ആസ്, ആസസ്, ബസ്, ബസസ്, ക്ലാസ്, ക്ലാസസ്, ഗ്യാസ്, ഗ്യാസസ്, ബാച്ച്, ബാച്ചസ്, ബെഞ്ച്, ബെഞ്ചസ്, ബ്രാഞ്ച്, ബ്രാഞ്ചസ്, ക്ലച്ച്, ക്ലച്ചസ്, catch, catches, match, matches, patch, patches, brush, brushes, bush, bushes, crash, crashes, crush, crushes, clash, clashes, dish, dishes, push, pushes, fox, foxes, box, boxes, max, maxes, sacks, saxes. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ റൂൾ അനുസരിച്ച് സിംഗുലർ നൗൺസിനെ പ്ലൂറൽ നൗൺസ് ആക്കി മാറ്റാൻ കഴിയും. Then singular nouns ending in IEF can be changed into its plural by adding S. So, belief, beliefs, chief, chiefs, grip, grips, kerchief, kerchiefs, relief, reliefs by adding S. Then number 2, single nouns ending in ESS. ESS-ൽ അവസാനിക്കുന്ന, അപ്പോൾ IEF-ൽ അവസാനിക്കുന്ന നൗണിനെ നമുക്ക് പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാൻ എസ് ആഡ് ചെയ്താൽ മതി. ഇവിടെ ESS-ൽ അവസാനിക്കുന്ന നൗൺസിനെ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാനും എസ് ആഡ് ചെയ്താൽ മതി. അഡ്രസ്, അഡ്രസ്സസ്, കേസ്, കേസസ്, കൺഫസ്, കൺഫസസ്, സക്സസ്, സക്സസസ്, സ്ട്രെസ്, സ്ട്രെസ്സസ്, ബ്ലസ്, ബ്ലസ്സസ്, ഡ്രസ്, ഡ്രസ്സസ്, മെസ്, മെസ്സസ്, പ്രോഗ്രസ്, പ്രോഗ്രസ്സസ്, അസസ്, അസസസ്, ഇങ്ങനെ പോകുന്നു. ദെൻ സിംഗുലർ നൗൺസ് എൻഡിങ് ഇൻ SC. SC-യിൽ അവസാനിക്കുന്ന നൗണുകളെ നമുക്ക് പ്ലൂറൽ ആക്കാൻ വേണ്ടി SC എടുത്താൽ മതി. ഹൗസ്, ഹൗസസ്, ചേസ്, ചേസസ്, കേസ്, കേസസ്, ഡോസ്, ഡോസസ്, ഈസ്, ഈസസ്, ഫേസ്, ഫേസസ്, സോറി. അപ്പോൾ അത്രയും ആകുന്നു. ഇനി സിയിൽ അവസാനിക്കുന്ന നൗണുകളെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യുന്നതിന് S ആഡ് ചെയ്താൽ മതി. എക്സാമ്പിൾ ഫേസ്, ഫേസസ്, ഫോഴ്സ്, ഫോഴ്സസ്, പീസ്, പീസസ്, പ്ലേസ്, പ്ലേസസ്, വോയിസ്, വോയിസസ്, സീസ്. അത് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് SC. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഫൻസ്, ഒഫൻസ്, ഗൗസ്. ഇനി നമുക്ക് ചില നൗൺസിനെ, സിംഗിൾ നൗൺസിനെ പ്ലൂറലായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇന്റേണൽ വൗവൽസിന് ചേഞ്ച് വരുത്തിയിട്ട് അതിൻ്റെ പ്ലൂറൽ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്ലൂറൽ ആക്കാൻ പറ്റും. ഉദാഹരണത്തിന് മൗസ്, ഗൂസ്. അപ്പോൾ ഈ മൗസ് യഥാർത്ഥത്തിൽ മൈസ് എന്നാണ് ആയി മാറുന്നു. ഗൂസ് അവിടെ യൂറിൻ്റൽ ചേഞ്ച് വരുന്നുണ്ട്. ഗൂസ് ഗീസ് ആവുന്നു. ഈ രണ്ട് വൗവല് മാറിയിട്ട് GOEESE എന്നാവുന്നു. ടൂത്ത് TOTHൽ TE ആയിട്ട് മാറുന്നു. ഫുട്ട് ഫീറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ അതേ രീതിയിൽ ഇന്റേണൽ ചേഞ്ചിലൂടെ നമുക്ക് ഒരു സിംഗുലർ നൗണിനെ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ചില ഫോറിൻ നൗൺസ്, IS-ൽ അവസാനിക്കുന്ന ചില ഫോറിൻ നൗൺസ് ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കാം. അമാനുവൻസിസ്. ഇതിനെ ES ചേർത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ പ്ലൂറലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അമാനുവൻസിസ്, അമാനുവൻസസ്. അനാലിസിസ്, അനാലിസിസ്. ആക്സിസ്, ആക്സസ്. ബേസിസ്, ബേസസ്. ഡയഗ്നോസിസ്, ഡയഗ്നോസിസ്. എലിപ്സിസ്, എലിപ്സിസ്, എലിപ്സസ്. ഹൈപ്പോതെസിസ്, തെസിസ്, തെസീസ്. ഒയാസിസ്, ഒയാസിസ്, ഒയാസിസ്. പരാന്തസിസ്, പരാന്തസീസ്. സിന്തസിസ്, സിന്തസീസ്. സിനോപ്സിസ്, സിനോപ്സിസ്, സിനോപ്സീസ്. തീസിസ്, തീസീസ്. So, nouns ending in some foreign nouns ending in IS can be changed into plural by changing ഈ ഇന്റേണൽ വവലും ഇവിടെ ചേഞ്ച് ആവുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഐ മാറിയിട്ട് ഇ ആവുന്നു. ഒരു വവൽ, ഇന്റേണൽ വവൽ മാറി ഐക്ക് പകരം എന്താവുന്നു? ഇ ആവുന്നു എല്ലായിടത്തും. ഇനി US-ൽ അവസാനിക്കുന്ന ചില ഫോറിൻ വേർഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? ഐ ആയിട്ട് മാറുന്നു. ഐ ആഡ് ചെയ്താൽ മതി അതിന് പകരം. അപ്പോൾ അലുമിനസ് എന്ന് പറഞ്ഞാൽ അലുമിനി, ഈ US അങ്ങ് മാറും. ബാസിലസ്, ബാസിലി, US ചേഞ്ച് ആയിട്ട് അതിന് പകരം വി ക്യാൻ യൂസ് ഐ ഇൻസ്റ്റെഡ് ഓഫ് US. ഫോക്കസ്, ഫോക്കി, ഫോക്കി, ഐ US മാറിയിട്ട് ഫോക്കി എന്നാവുന്നു.
ഫംഗസ് ഫംഗി, ന്യൂക്ലിയസ് ന്യൂക്ലിയൈ, റേഡിയസ് റേഡിയായി, സ്റ്റിമുലസ് സ്റ്റിമുലായി. ഈ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഫോക്കസസ് എന്ന് ഉപയോഗിക്കാറുണ്ട്, ഫംഗസസ് എന്നും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ES ചേർത്തിട്ടും അതിനെ പ്ലൂറലായി കാണുന്നുണ്ട്. ഫോക്കസസ്, ഫംഗസസ്. ദെൻ നെക്സ്റ്റ് റൂള്, എയിൽ അവസാനിക്കുന്നതിൽ ചില ഫോറിൻ നൗൺസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ചേർത്താൽ മതി. കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അവിടെ ചേഞ്ച് എന്നല്ല, ആഡിങ് ഓർ സഫിക്സിങ് ഫോമുല, ഫോമുലേ, ലാർവ, ലാർവേ, നെബുല, നെബുലേ, വെർട്ടിബ്ര, വെർട്ടിബ്രേ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ആഡിങ് ഓർ സഫിക്സിങ് ടു ഓർ അറ്റ് ദി എൻഡ് ഓഫ് ദാറ്റ് നൗൺ. ദെൻ UM-ൽ അവസാനിക്കുന്ന ചില ഫോറിൻ നൗൺസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബാക്ടീരിയം, ബാക്ടീരിയ, ചേർത്താൽ മതി. ബാക്ടീരിയം, ബാക്ടീരിയ. കരിക്കുലം, കരിക്കുല. ഡേറ്റം, ഡേറ്റ. ഡിക്റ്റം, ഡിക്റ്റ. മെമ്മോറാണ്ടം, മെമ്മോറാണ്ട. മീഡിയം, മീഡിയ. മെമ്മോറാണ്ടം, മെമ്മോറാണ്ട. ഇവിടെ റിപ്പീറ്റ് ചെയ്തു. ഇനി സ്ട്രാറ്റം, സ്ട്രാറ്റ. ഫോറം, ഫോറ. സ്പെക്ട്രം, സ്പെക്ട്ര. ഇതേ രീതിയിൽ നമുക്ക് UM-ൽ അവസാനിക്കുന്നതിൽ ഫോറിൻ വേർഡുകളെ നൗൺസിനെ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ബാക്ടീരിയം, ബാക്ടീരിയ. കരിക്കുലം, കരിക്കുല. ഇനി കരിക്കുലം, കരിക്കുലാസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മോറാണ്ടം, മെമ്മോറാണ്ടംസ് എന്നും പ്ലൂറലായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഇത് ഫോറിനിൽ ഉൾപ്പെടാത്ത ഒരു കേസാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ആ റൂളിൽ വോവലും കൺസണന്റും ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ്. ഉദാഹരണത്തിന്, നൗൺ വിച്ച് ഈസ് എൻഡിങ് ഇൻ O പ്രസീഡഡ് ബൈ വോവൽ. വോവൽ തുടർന്നു വരുന്ന, വോവലിൽ തുടങ്ങുന്ന വോവലിൽ അവസാനിക്കുന്ന, ഇവിടെ വോവലിലാണ് അവസാനിച്ചിരിക്കുന്നത്. വോവൽ സൗണ്ട് ഓയാണ്. സൗണ്ട് അല്ല, വോവൽ ലെറ്റർ ആണ്. ഓയിൽ അവസാനിച്ചിരിക്കുന്നു. അതിന്റെ മുന്നിലും ഒരു വോവലാണ്. ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെയും അതുപോലെ തന്നെ. ദിസ് കേസ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? വെറും S ആഡ് ചെയ്താൽ മതി. അപ്പൊ ബാംബു, ബാംബൂസ്. കുക്കു, കുക്കൂസ്. ക്യൂരിയോ, ക്യൂരിയോസ്. ഫോളിയോ, ഫോളിയോസ്. റേഡിയോ, റേഡിയോസ്. സ്റ്റുഡിയോ, സ്റ്റുഡിയോസ്. അപ്പൊ ഈ റൂൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ റൂൾ അനുസരിച്ച് അവിടെ വേണ്ട അഡീഷൻ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിംഗിളിനെ പ്ലൂറലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ റൂൾസ് പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. ദെൻ ഇനി കൺസണന്റിലാണ് കൺസണന്റ് ആണ് പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ നൗൺ എൻഡിൻ O പ്രൊസീഡഡ് ബൈ എ കൺസണന്റ്. അതായത് ഒരു നൗൺ അവസാനിക്കുന്നത് ഇതിലാണ്? ഓയിലാണ്. ഒപ്പം തന്നെ അതിനെ തുടർന്ന് അല്ലെങ്കിൽ ആ വോവൽ ഓയ്ക്ക് മുന്നായിട്ട് എന്ത് വരുന്നു? മുന്നിൽ പ്രൊസീഡഡ് ബൈ കൺസണന്റ്. സോ ES ചേർക്കുക. അന്നേരം എക്കോ, എക്കോസ്. ഹീറോ, ഹീറോസ്. മാംഗോ, മാംഗോസ്. നീഗ്രോ, നീഗ്രോസ്. പൊട്ടറ്റോ, പൊട്ടറ്റോസ്. ഫോട്ടോ, ഫോട്ടോസ്. ടൊമാറ്റോ, ടൊമാറ്റോസ്. ഇനി ഇത് രണ്ടും നമ്മുടെ ഫോറിൻ അല്ലാത്ത നൗൺസ് ആണ്. ഇനി ഫോറിൻ നൗൺസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. കാൻറ്റോ, ഓയിൽ അവസാനിക്കുന്നു, വോവലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇവിടെയും ഓയിൽ അവസാനിക്കുന്നു, കൺസണന്റ് ആണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ കാൻറ്റോ, ഡൈനാമോ, ഗ്രാറ്റോ, പിയാനോ, ക്വാർട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം S ചേർത്താൽ മതി. അപ്പോൾ ഇവിടെയും S ചേർത്താൽ മതി. അപ്പോൾ പിയാനോസ്, എക്കോസ്, ഹീറോസ്, ഇവിടെ എല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? ES ആണ് ചേർത്തിരിക്കുന്നത്. ഇത് ഈ ഗ്രൂപ്പിലേക്ക് വരും. അതായത് കൺസണന്റിന്റെ ഗ്രൂപ്പിലേക്ക് വരും. പിയാനോ, ക്വാർട്ടോ, കാൻറ്റോ, ഡൈനാമോ, ക്വാർട്ടോ. അപ്പോൾ ഇവിടെ പിയാനോസ് ഓവൽ ആയതുകൊണ്ട് പിയാനോസ്. നൗൺസ് എൻഡിങ് ഇൻ EX can be changed their plural by adding EX. അതായത് EX-ൽ അവസാനിക്കുന്ന ഏകവചന നാമങ്ങളെ ബഹുവചനത്തിലേക്ക് മാറ്റാൻ നമ്മൾ ES
കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഇ എക്സ് സഫിക്സ് ചെയ്താൽ അതിൻ്റെ പ്ലൂറൽ കിട്ടും. അപ്പെക്സ്, അപ്പെക്സെക്സ്, ഇൻഡെക്സ്, ഇൻഡെക്സസ്, കോംപ്ലക്സ്, കോംപ്ലക്സസ്, സിംപ്ലക്സ്, സിംപ്ലക്സസ്, വെർട്ടെക്സ്, വെർട്ടെക്സസ്. ഇനി ഐ എക്സിൽ അവസാനിക്കുന്ന നൗണിനെയും ഇതുപോലെ തന്നെ നമുക്ക് ഇ എസ് ചേർത്തിട്ട് പ്ലൂറൽ ആക്കാം. ഉദാഹരണത്തിന് അപ്പൻഡിക്സ്, അപ്പൻഡിക്സസ്. ഇനി ഈ അപ്പെക്സ്, ഇൻഡെക്സ്, വെർട്ടെക്സ്, അപ്പൻഡിക്സ് ഇവയ്ക്ക് വേറെ ഒരു പ്ലൂറൽ ഫോം കൂടെ ഉണ്ട്. ICS ചേർത്തിട്ട് അപ്പീസസ്, ഇൻഡീസസ്, വെർട്ടീസസ്, അപ്പൻഡീസസ് ഇങ്ങനെയും പ്ലൂറൽ ഫോം ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, nouns ending on can be changed into their plural by adding a. അതായത് on ൽ അവസാനിക്കുന്ന ഏകവചന നാമങ്ങളെ സിംഗുലർ നൗൺസിനെ പ്ലൂറൽ ആക്കാൻ a ആഡ് ചെയ്യുക, on ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ചിങ് on or substituting a instead of on. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക on ന് പകരം. എക്സാമ്പിൾ ആട്ടോമേഷൻ, ക്രൈറ്റീരിയ, ഫിനോമിനൻ ഇങ്ങനെ പോകുന്നു. ഇനി ചില നൗൺസ് RYയിൽ അവസാനിക്കുന്നു, ഇതിന് പ്ലൂറൽ ഫോം ഇല്ല. നൗൺസ് എൻഡിങ് ഇൻ RY they have no plural form, only one form. ഡ്രേപ്പറി RYയിലാണ് അവസാനിച്ചിരിക്കുന്നു. ഇമേജറി, സീനറി, മെഷീനറി, പോയട്രി, സ്റ്റേഷനറി. ഓക്കെ, ദെൻ നൗൺസ് എൻഡിങ് ഇനി ഈ പറയുന്ന ഇതിന് പ്ലൂറൽ ഫോം മാത്രമേ ഉള്ളൂ. സം നൗൺസ് ഹാവ് പ്ലൂറൽ ഫോംസ് ഓൺലി. എക്സാമ്പിൾ ക്യാറ്റിൽ, പീപ്പിൾ, പോൾട്രി, ജെൻട്രി, വോമിൻ. ഇതിന് സിംഗുലർ ഫോം ഇല്ല, ഇതെല്ലാം പ്ലൂറൽസ് ആണ്. ഓക്കെ, നോ സിംഗുലർ ഫോം. ദെൻ ചില നൗൺസിന് പ്ലൂറൽ ഫോം ഇല്ല. ഇത് പ്ലൂറൽ ഫോം മാത്രമേ ഉള്ളൂ, ഇതിന് പ്ലൂറൽ ഫോം ഇല്ല. കാരണം ഇതെല്ലാം കളക്റ്റീവ് നൗൺസിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. വി നോ ഓൾ കളക്റ്റീവ് നൗൺസ് ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ. എല്ലാ കളക്റ്റീവ് നൗൺസിനെയും നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. എക്സാമ്പിൾ ഫർണിച്ചർ, എക്യുപ്മെന്റ്, അഡ്വൈസ്, ഇൻഫർമേഷൻ, ലഗേജ്, LUGGAG, ലഗേജ്. ഓക്കെ, അപ്പം ചില കളക്റ്റീവ് നൗൺസിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഫർണിച്ചർ, എക്യുപ്മെന്റ്, അഡ്വൈസ്, ഇൻഫർമേഷൻ, ലഗേജ്. അഡ്വൈസ് വേണമെങ്കിൽ നമുക്ക് എ പീസ് ഓഫ് അഡ്വൈസ് എന്നും എ പീസ് ഓഫ് ഇൻഫർമേഷൻ എന്നും പറയാം എന്നേ ഉള്ളൂ. ഇനി ഡബിൾ പ്ലൂറൽ വരുന്ന DP ചെയ്യുന്ന ഡബിൾ പ്ലൂറൽ, മാൻ സെർവന്റ്. മാൻ സെർവന്റ് അതിനെ നമ്മൾ പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ മാൻ അതും പ്ലൂറൽ ആക്കണം, സെർവന്റും പ്ലൂറൽ ആക്കണം. അപ്പം മെൻ സെർവൻസ് എന്ന് വരും. വുമൺ സെർവന്റ്, വിമൻ സെർവൻസ്. വുമൺ സ്റ്റുഡന്റ്, വിമൻ സ്റ്റുഡൻസ്. ഈ രീതിയിൽ പോകുന്നു. ഇനി ഈ പറയുന്ന നൗൺസ് സിംഗുലർ ഫോം ഇല്ല, നോൺ സിംഗുലർ ഫോം. ഡ്രോട്ട്സ്, ബില്ലിയാർഡ്സ്, മംസ്, മീസൽസ്, അനൽസ്, താങ്ക്സ്. ടൈഡിങ്സ്, പ്രമിസസ്, വേജസ്. ഇനി വേജസ് പ്ലൂറൽ ആണെങ്കിലും വേജ്, ലിവിങ്, ലിവിങ് വേജ്. ലിവിങ് വേജ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്. വേജ് റൈസ് സിംഗിൾ ആണ്. വേജ് ബോർഡ് സിംഗിൾ ആണ്. വേജ് ഏണർ സിംഗിൾ ആണ്. വേജ് ഫീസ് സിംഗിൾ ആണ്. ഓക്കെ, വേജസ് പ്ലൂറൽ ആണ്, പക്ഷേ ഈ പറയുന്നത് ഓക്കെ സിംഗിൾ ആണ്. ഇനി ചില നൗൺസ് പേഴ്സ് ആയിട്ട് കാണപ്പെടുന്നു. സിസേഴ്സ്, പാൻസ്, പാൻറ്റലൂൺസ്, ട്രൗസേഴ്സ്, സോക്സ്, ഷൂസ്, ചപ്പൽസ്, ഗ്ലൗസ്, ടോങ്സ്, ഇയർ റിംഗ്സ്, ബൈനോക്കുലേഴ്സ്, ബെല്ലോസ്, സ്പെക്ടക്കിൾസ്, സൺഗ്ലാസസ്. ഇതെല്ലാം പേഴ്സ് ആണ്, ഇത് പ്ലൂറൽ ആണ്. പക്ഷേ ഇതിനെ ഒരു കളക്റ്റീവ് നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എ പെയർ ഓഫ് സിസേഴ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്. എ പെയർ ഓഫ് പാൻസ്, എ പെയർ ഓഫ് പാൻലൂൺസ്, എ പെയർ ഓഫ് ട്രൗസേഴ്സ്, ലൈക്ക് ദാറ്റ്. അതേപോലെ പോകുന്നു. ഇനി ഈ റൂട്ട് വേർഡിന് നമുക്ക് ചേഞ്ച് വരുത്തിക്കൊണ്ട് പ്ലൂറലിലേക്ക് മാറ്റാം. ഹങ്കർ ഓൺ, അത് ഹങ്കേഴ്സ് ഓൺ എന്നാവുന്നു. ലുക്കർ ഓൺ, ലുക്കേഴ്സ് ഓൺ. മെൻ ഓഫ് ആർ, മെൻ ഓഫ് ആർ.
footman, footmen, passerby, passers-by, father-in-law, fathers-in-law, mother-in-law, mothers-in-law, brother-in-law, brothers-in-law, sister-in-law, sisters-in-law. ഇതേപോലെ പോകുന്നു. ഇനി സം സബ്ജക്റ്റ് ആർ പ്ലൂറൽ ഇൻ ഫോം ബട്ട് സിംഗുലർ ഇൻ മീനിങ്. നമുക്ക് സിവിക്സ് കാരണം എസിൽ അവസാനിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നും വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് it is a plural but it is singular. Civics, economics, ethics, electronics, dynamics, thermodynamics, linguistics, mechanics, politics, statistics. ഇങ്ങനെ വരുന്ന എസിൽ അവസാനിക്കുന്ന ചില സബ്ജക്റ്റുകൾ നമുക്ക് വി ഫീൽ ഇറ്റ് ഈസ് ഇൻ പ്ലൂറൽ ബട്ട് നോട്ട് പ്ലൂറൽ, സിംഗുലർ ഇൻ മീനിങ് സിംഗുലർ ആണ്. സോ once again, nouns ending in ex can be changed into their plural by adding es. Then nouns ending in on can be changed into their plural by adding a instead of on. Then some nouns ending in ry, they have no plural. The next nouns, some nouns have no singular form, only plural form. Cattle, people, poultry, gentry, women, etc. Then some nouns have no plural form, furniture, equipments, etc. Then some nouns have double plural. We have to change it into a double forms: man, men, servant, servants, like that. Then some nouns have no singular form. Example: draughts, billiards, mums, measles, kennels, tanks, annals, tanks, etc. Then some nouns are in pairs used as plural: scissors, pens, and so on. But we have to listen or we carefully use. If we use it as a collective noun, it is singular. A pair of scissors, a pair of scissors, a pair of pants, a pair of pantaloons, etc. Then some subjects. Some nouns can be changed into by adding yes to the base form, base root word. Hunger, hungerson, looker, lookerson, and so on. Then some subject feel as plural but or in form it is in plural but in meaning it is singular. അപ്പോൾ എസിൽ അവസാനിക്കുന്നുണ്ട് നമുക്ക് പ്ലൂറൽ തോന്നും, പക്ഷേ അത് സിംഗുലർ ആണ് ഈ സബ്ജക്റ്റുകളൊക്കെ. Thus we have finished the ways of forming the plural. അങ്ങനെ നമ്മൾ പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യുന്ന റൂൾസ്, അതായത് നൗൺസിനെ, സിംഗിൾ നൗൺസിനെ പ്ലൂറൽ നൗൺസ് ആക്കി മാറ്റുന്നതിൻ്റെ നിയമങ്ങളാണ് ഈ 3 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇത് നെക്സ്റ്റ് വെർബിനെ എങ്ങനെയാണ് പ്ലൂറലിനെ സിംഗിൾ ആക്കുന്നത് അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ സെൻറ്റൻസ് നമുക്ക് കൃത്യമായിട്ട് എഴുതാനും അതുപോലെ തന്നെ പറയാനും പറ്റുന്ന രീതിയിലേക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന റൂള് കംപ്ലീറ്റ് ആവും. ഓക്കെ, I hope that you understood today's class. Please subscribe, share and support me. Okay, thank you.